ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന വർക്ക് ചെയ്യാനുള്ള ഒരു സുവർണ. മോഡലിംഗിന്റെ മറവിൽ വിദേശത്തെത്തിച്ച് ലൈംഗിക പീഡനം. 25-കാരിയുടെ പരാതിയിൽ 2 യുവതികൾ പിടിയിൽ. അലീന എബ്രഹാം മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയി പീഡനത്തിനിരയാക്കുന്നു. എന്നിട്ട് നഗ്ന ഫോട്ടോസ് എടുത്തു വയ്ക്കുന്നു, വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒട്ടനവധി ആൾക്കാർക്ക് കാഴ്ചവെക്കുന്നു. നിങ്ങളിങ്ങനെ ഒരു കേസ് കണ്ടിട്ട് ഇത് കേവലം ഒരു 2 പെൺകുട്ടികൾ മാത്രം അറേഞ്ച് ചെയ്തൊരു പരിപാടിയായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്കും തോന്നത്തില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നിന്ന് സിന്ധു എന്ന് പറഞ്ഞ ഒരു മലയാളി യുവതിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ കേസ് മാർച്ച് ഏപ്രിൽ സമയത്തായിരുന്നു രജിസ്റ്റർ ചെയ്തത്. മരട് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇത്തരത്തിലൊരു കേസ്. 3 പെൺകുട്ടികൾ, അതായത് മോഡലിംഗിനായിട്ട് പോയിട്ടുള്ള 25 വയസ്സ് പ്രായമുള്ള 3 പെൺകുട്ടികളാണ് ഈ തരത്തിൽ ഇരയായിട്ടുള്ള വ്യക്തികൾ എന്ന രീതിയിൽ കേസ് ഫയൽ ചെയ്തു. അതിന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പെൺകുട്ടി അലീന എബ്രഹാം, ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഞാൻ ഈ സൈഡിൽ വെക്കാം. അലീന 2002 മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 23 വയസ്സ് കഴിഞ്ഞ് 24ാമത്തെ വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ അലീന. ഓൾറെഡി ഈ പെൺകുട്ടിയുടെ പേരിൽ ക്രിമിനൽ കേസസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ നോക്കിയാൽ മതി. ബാറിൽ വെച്ച് അടിയുണ്ടാക്കിയിട്ടുള്ള ഒരു കേസിനകത്ത് ഈ പെണ്ണ് പ്രതിയാണ്. പിന്നെ അല്ലറ ചില്ലറ ഗുണ്ടാസംഘങ്ങളായിട്ടുള്ള പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലൊരു പരിപാടി ഈ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്കൊരിക്കലും അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അപ്പൊ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. നീ ഒന്നും ഫോട്ടോസ് ഒന്നും കണ്ട് അങ്ങോട്ടേ മെസ്സേജ് അയച്ചാൽ ചെല്ലല്. ചേച്ചിയുടെ പല വീഡിയോസും കാണും. മോഡലിങ്ങിന് നിങ്ങൾ വരിക, നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. അതായത് ഈ പൈസ, പദവി, ഈ 2 കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് ഇവരുടെ ടാർഗറ്റിലേക്ക് വന്ന് വീഴുന്നത്. എന്നാൽ ഇത് രണ്ടും ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ അവർക്ക് അവരുടെ മാനം നശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികളായിരിക്കും കേസ് കൊടുക്കുന്നത്. പക്ഷേ മാനം നശിപ്പിച്ചാലും കുഴപ്പമില്ല, പൈസയും വേണം, പദവിയും വേണം എന്ന രീതിയിൽ നിൽക്കുന്നവർ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവർക്കൊത്ത അതേ ഫ്ലോയിൽ തന്നെ അവരുടെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഈ ഒരു കെണിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എത്രത്തോളം ആൾക്കാരുണ്ട്, അതിൽ എത്രത്തോളം മുകളിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. മിക്കവാറും നമ്മുടെ ഈ നാട്ടിൽ റീൽസിൽ കാണുന്നുള്ള പല പൗരപ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരും ഇതിന്റെ പിന്നിൽ, ഇതിന്റെ അണിയറയിൽ ചരട് വലിക്കുന്ന കൂട്ടത്തിൽ നിൽക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയായിരിക്കും വരുന്നതെന്നുള്ളൊരു കാര്യം. എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ സാധനം ഞാൻ കാണിച്ചു തരാം. ആ സാധനത്തിനകത്ത് എല്ലാം ഉണ്ട്. മോഡലിംഗിന്റെ മറവിൽ വിദേശത്തെത്തിച്ച് ലൈംഗിക പീഡനം. 25-കാരിയുടെ പരാതിയിൽ 2 യുവതികൾ പിടിയിൽ. സിന്ധു, അലീന എന്നിവരാണ് മരട് പോലീസിന്റെ പിടിയിലായത്. പരാതിക്കാരിയെ മോഡലിംഗ് എന്ന വ്യാജേനെ ദുബായിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് FIR. ഈ മോഡലിംഗ് എന്ന് പറയുന്നതും ഈ നാട്ടിലൊരു പ്രൊഫഷനാണ്. ഈ ഒരു പ്രൊഫഷനിലേക്ക് ഓരോ പെൺകുട്ടികളും കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കിന് അവർ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നത്തിൽ ഏറ്റവും മേജർ സാധനമാണ് ഈ ഒരു കാര്യം. ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വരികയും അത് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വരികയും ഈ കാണുന്ന ആൾക്കാർക്ക് മോഡലിംഗ് പോകുന്ന പെൺകുട്ടികൾ ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ടാണ്, ഇങ്ങനെ ചെയ്തിട്ടാണ്, ഇങ്ങനെ ശരീര പ്രദർശനം നടത്തിയിട്ടാണ് ഇവർക്ക് ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുന്നു എന്നൊരു ചിന്താഗതി കോമൺ ആയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേന് ഈ പ്രൊഫഷനിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും ജനങ്ങൾ വിലയിരുത്താനായിട്ട് പോകുന്നത്? ഒന്ന്, ഈ ഒരു പ്രൊഫഷനെയും ഈ ഒരു കാര്യത്തെയും വില കുറച്ച് കാണുകയും അതിനെ മിസ്യൂസ് ചെയ്യുന്നതും ഇവറ്റകളൊക്കെ തന്നെ. അതും കൊണ്ടുപോയി ലഹരി നൽകി പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം അബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ മോഡലിങ്ങിന് വരുന്ന പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോസ് എടുക്കുന്നു. ഈ നഗ്ന ഫോട്ടോസ് ഇവര് ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇവരുടെ ഫോണിൽ നിന്ന് തന്നെ ഇവരുടെ റിലേറ്റീവ്സിന്റെ ബാക്കിയുള്ള ഫുൾ കോണ്ടാക്ട് ഇവരങ്ങ് എടുക്കും. അതായത് നമ്മുടെ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കുന്ന ആൾക്കാർ ചീറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കിന് ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇതുപോലുള്ള ഫോൺ ഹാക്ക് ചെയ്ത് കോണ്ടാക്ട് എടുത്ത് അവർക്ക് ഇവരുടെ ആധാർ ഫോട്ടോ, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറയാൻ എൻ്റെ പുറത്ത് കുറേ എഴുതിയിട്ടൊക്കെ അയച്ചു കൊടുക്കല്ലോ. അതേ സാധനവും അതേ സംരംഭവും അതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്തെടുത്ത് അപ്പം വീട്ടുകാർക്കും നാട്ടുകാർക്കും നിങ്ങളുടെ ഒരു നഗ്നതാ ഫോട്ടോ അയച്ചു കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കിന് ആരായാലും ഒന്ന് മടിക്കും. അയ്യോ അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോഴത്തേന് സെക്കൻഡ് ഓപ്ഷൻ, നിങ്ങൾ ഇത്ര ആൾക്കാരുടെ കൂടെ നിങ്ങളൊന്ന് കിടക്കണം, നിങ്ങളൊന്ന് ചെലവഴിക്കണം. കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഫോട്ടോസ് ഒന്നും പുറത്തു കൊടുത്തില്ല, കഴിയും, ചിലപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്താൽ പോരെ? അവരായിരിക്കത്തില്ല ഇതിന് ഇച്ചിരിയും കൂടെ
സ്യൂട്ടബിൾ. ഈവൻ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കസ്റ്റമറിനാണെങ്കിലും അതുപോലെ അതേ വെറിയോടുകൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനും അല്ലേ, അതൊക്കെ അങ്ങനെയുള്ള പെൺകുട്ടികളിൽ നിന്നല്ലേ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ഇതിനോട് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്തി നിങ്ങളൊരാളുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുമ്പോഴത്തേക്കിന് ആ വരുന്ന കസ്റ്റമറിന്റെ, ഈ ഒരു കാര്യത്തിന് ഒരു കസ്റ്റമർ വരുമല്ലോ, ഈ ഒരു കസ്റ്റമറിന്റെ മാനസികാവസ്ഥ എന്തോന്ന് ആലോചിച്ച് നോക്കണം. അവർ ഏത് തരത്തിലുള്ള സെക്സ് മാനിയൊക്കെ ആയിരിക്കും ഒരു പെൺകുട്ടിയുടെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ അവളുടെ ഒരു കൺസേൺ ഇല്ലാതെ അതിനെ എന്തായാലും ഈ പറയുന്ന മൃഗീയമായിട്ട് തന്നെ ആയിരിക്കും. ഈ മൃഗീയമായിട്ട് ചെയ്യുന്ന പരിപാടിക്കൊക്കെ വരുന്ന കസ്റ്റമേഴ്സിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. എന്നിട്ട് അതെടുത്ത് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേനുള്ള പൈസയും കൊടുത്ത് മോഡലിങ്ങും കഴിഞ്ഞ് എടുത്ത് പറഞ്ഞു വിടും. അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മിസ്യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കെ. അതിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഒരു റീല് ക്രിയേറ്റ് ചെയ്യുന്നു. ആ റീല് കാണുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ഒരുവിധപ്പെട്ട, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബലിയാടാവാനായിട്ട് പോകുന്നത് മോഡലിങ്ങുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ആരെ എവിടെ അപ്രോച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സാധാരണപ്പെട്ട പെൺകുട്ടികളുണ്ട്. അത്യാവശ്യം കാണാൻ മെനയൊക്കെ ഉള്ള, മോഡലിംഗ് ഫേസ് ഉള്ള, മോഡലിംഗ് ഔട്ട്ലുക്ക് ഒക്കെ ഉള്ള ചില പെൺപിള്ളേർ കാണുമല്ലോ, നമുക്കറിയാമല്ലോ, റീൽസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പെൺകുട്ടികളായിരിക്കും മേ ബി ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനകത്തുള്ള ABCD അറിയത്തില്ല. അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം ചിലപ്പോൾ നല്ലവരാന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് ഇതുപോലൊരു സോഷ്യൽ മീഡിയയിൽ റീൽസിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇറ്റ്സ് ജെനുവിൻ എന്ന രീതിയിലൊക്കെ ചെന്ന് കയറിക്കൊടുക്കും. അവസാനം വായി കിട്ടി തിരിച്ചും വരും. പിടിയിലായ അലീന മുൻപും ക്രിമിനൽ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. മുമ്പ് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവർക്കൊന്നും ഈ നാട്ടിൽ ഇപ്പോഴും ഒരു പിടിവലിയില്ല. അതായത് അവർക്കൊന്നും പിടിച്ചു നിർത്തുന്നില്ല. ഇന്നലെ അറസ്റ്റിലായ കൊച്ചിയിലെ മോഡൽ അലീനയെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുംബൈയിൽ നിന്ന് പിടിയിലായ മറ്റൊരു പ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. വിദേശത്ത് എത്തിച്ച നിരവധി മോഡലുകൾ ഇതുപോലെ പീഡനത്തിന് ഇരയായെങ്കിലും 3 പരാതികൾ മാത്രമാണ് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി നമുക്ക് ജെവിൻ ടുട്ടു ഈ വാർത്ത. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആരൊക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം കൊണ്ട് കൊടുക്കുക. പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ പറ്റുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരുടെ പ്രചോദനമെങ്കിലും ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ പോയി കൊടുക്കുക. ഇതിന്റെ പിന്നിൽ നിങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഒരുത്തനും അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ഫാഷൻ ഷോ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള ഈ ഒരു ഫ്ലോറിലേക്ക് വരാൻ താല്പര്യമുള്ള, നിങ്ങൾ കൊടുക്കുന്ന ഓരോ പരാതിയും നിങ്ങളുടെ പിൻതലമുറയിൽപ്പെട്ട ഓരോ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടായിരിക്കും. അവർ സേഫായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരു മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. ഇറ്റ്സ് സേഫ് എന്നുള്ളൊരു കാര്യം. വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെവിൻ. ഈ വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഈ തരത്തിലൊരു പരാതി വന്നത്. മോഡലിംഗിന് എന്ന പേരിൽ വിദേശത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളത്. അതിൽ സ്ത്രീകൾ തന്നെയാണ് പ്രതികളായിട്ട് വരുന്നതും. ഇപ്പോൾ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയ അല്ലെങ്കിൽ നടുക്കുന്ന ഒരു ക്രൂരതയുടെ വിവരങ്ങളാണ് ഇന്നലെ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നത്. യുവതികളെ മോഡലിംഗ് വാഗ്ദാനം ചെയ്ത് വിദേശത്ത് GCC രാജ്യങ്ങളിൽ എത്തിച്ച്, ദുബായിലും മറ്റും എത്തിച്ച് അവിടെ നിന്ന് ലഹരി നൽകി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുക, പല ആളുകൾക്കും കാഴ്ചവെക്കുക, യുവതികൾ ബോധരഹിതരായിരിക്കുമ്പോഴുള്ള പീഡനം, ലൈംഗിക ഉപദ്രവം, പിന്നീട് അവരുടെ ദൃശ്യങ്ങൾ പകർത്തി അത് വെച്ച് ഭീഷണിപ്പെടുത്തിയുള്ള ഉപദ്രവം, ഇങ്ങനെ തുടർന്ന ഒരു സംഭവത്തിലാണ് 2 യുവതികൾ തന്നെ ഇന്നലെ മരട് പോലീസിന്റെ പിടിയിലായത്. ഒന്ന് കൊച്ചിയിലുള്ള അലീന, 2 ഇപ്പോൾ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്ന സിന്ധു എന്ന മറ്റൊരു സ്ത്രീ. ഈ 2 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. അലീന നേരത്തെ തന്നെ ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം, ഒപ്പം കൊച്ചിയിലെ ബാറിലുള്ള തല്ല്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന്റെ പിടിയിലായിരുന്നു. അവർ നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അവരെ ഇന്നലെ നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളുടെ പേരറിയേണ്ടത് ഈ 2 പേര് മാത്രമല്ല, പ്രത്യേകിച്ച് സ്ത്രീകളല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പുരുഷന്മാരുണ്ട്, VVIPs. ആ ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് അവരുടെ പേര് വരെ നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുറത്തുവിടാൻ പറ്റുന്ന നിയമ സംവിധാനത്തിന് ഈ പിടിക്കുന്ന ആൾക്കാരുടെയും പേരും വിവരങ്ങളും പുറത്തുവിടാനായിട്ട് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ കഴിയണം, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2ാമത്തെ പ്രതിയെ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളെ ഇതിൽ പിടികൂടുന്നുണ്ട് പോലീസ്. എന്തായാലും ഉടൻ തന്നെ അവരുടെ അറസ്റ്റ് ഉണ്ടാകും. ഒപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും പരാതികൾ ഉയർന്നേക്കാമെന്ന് പോലീസ് പറയുന്നു. വിദേശത്ത് നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് വന്ന 3 യുവതികളുടെ പരാതിയിലാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അവരുടെ 164 മൊഴിയടക്കം എടുത്തതിന് ശേഷമാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. നടുക്കുന്ന വിവരങ്ങളാണ് മരട് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കൊച്ചി കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ
വ്യക്തമാകും. എന്തായാലും ഇങ്ങനെയൊരു സെക്സ് റാക്കറ്റിന്റെ അല്ലെങ്കിൽ മനുഷ്യക്കടത്തിന്റെ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വരുന്നത്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്ന കുറ്റകൃത്യത്തിന്റെ കാര്യങ്ങളാണ്. മാർച്ചിലാണ് പോലീസ് കേസെടുക്കുകയും അന്വേഷണം തുടങ്ങുകയും ഒടുവിൽ ഇങ്ങനെ 2 യുവതികൾ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസുമായിട്ട് ഇതിന്റെ പിന്നിൽ ഇനിയും പിടിക്കാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാണ് സത്യം പറഞ്ഞാൽ കണ്ടറിയണം. നമ്മുടെ മുന്നിൽ ഒരു മുഖംമൂടി ഇട്ട് നിൽക്കുന്ന റീൽസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്ന ഭയങ്കര കോൺഫിഡൻസോട് കൂടി പല കാര്യങ്ങളും മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ലൈഫ് സ്റ്റൈലൊക്കെ കാണിക്കുന്നവരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിന്റെ പിന്നിൽ വന്ന് വീഴുമ്പോഴത്തേക്കിനൊന്ന് ആലോചിച്ച് നോക്കേ. കാണുന്ന ആൾക്കാർ തന്നെ ഇവനാ അവൻ ആ രീതിയിലേക്ക് വരും. അല്ല, അങ്ങനെ വരണം. അങ്ങനെ ആരും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തൊരു ഫേക്ക് മുഖംമൂടിയായിട്ട് സ്വന്തം തന്തയില്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി എടുക്കണ്ട, അതെടുത്ത് കാണിക്കണ്ട. ഇതിനൊരു മാറ്റം വരണം, തീർച്ചയായിട്ടും വന്നേ പറ്റൂ. എന്തായാലും കൊടുത്തിട്ടുള്ള വഴികളിലും ഇതിനെ ബാക്കി പിടിക്കാൻ പോകുന്ന ആൾക്കാരെ നമുക്ക് ആരൊക്കെയാണെന്ന് കണ്ടറിയാം. പിന്നെ ഇത് അലീന എബ്രഹാം, മറ്റേത് സിന്ധുവിനെ ഡൽഹിയിൽ നിന്ന് പിടിച്ച് അലീനെ ഇവിടുന്ന് തൂക്കി. എന്തായാലും കൊള്ളാം, ബാക്കി കണ്ടറിയാം.